കേരളത്തിലെ ഒരു സ്വാശ്രയ പ്രൊഫഷണൽ ഡെൻ്റൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായി. നിതിൻ രാജ് എന്നൊരു വിദ്യാർത്ഥിയാണ് നമ്മളെല്ലാം വേദനിപ്പിച്ചുകൊണ്ട് അവിടെ ആത്മഹത്യ ചെയ്തത്. ആ കുട്ടി എൻട്രൻസ് ടെസ്റ്റ് എഴുതി ഗവൺമെൻറ് കോട്ടയിലാണ് ആ കോളേജിൽ ചേർന്നത്. ആ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. എന്തോ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതോടനുബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ അങ്ങേയറ്റം ഗുരുതരമാണ്. ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു ഹെരോദി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നുവെന്നും അതുമാത്രമല്ല വളരെ നീചമായ രീതിയിലാണ് അവിടുത്തെ വിദ്യാർത്ഥികളോട് മൊത്തമായിട്ട് പെരുമാറുന്നതെന്നും നമ്മൾ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്. ആ കോളേജിൽ വിദ്യാർത്ഥികളുടെ മേൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ മാനേജ്മെൻറ്റ് ഏർപ്പെടുത്തിയിരുന്നു. അവർക്ക് വളരെ മോശമായ ട്രീറ്റ്മെൻറ്റാണ് അവിടെ ഈ അധ്യാപകരിൽ നിന്നും മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ വാർത്തകളിലൂടെ അറിയുന്നത്. ഇവ പ്രൊഫഷണൽ കോളേജുകളിൽ ഉള്ള വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഈ ടെൻഷൻ സഹിക്കാൻ വയ്യാതെ, ഈ പാഠഭാഗങ്ങൾ പഠിക്കാൻ വയ്യാതെ കുട്ടികളങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം ഭൂരിപക്ഷം കേസുകളും അങ്ങനെയല്ല. ഈ നിതിൻ രാജ് എന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി സ്കൂൾ തലത്തിൽ എല്ലാ ക്ലാസ്സിലും വളരെ നല്ല അക്കാഡമിക് റെക്കോർഡുള്ള കുട്ടിയാണ്. അങ്ങനെ തന്നെയാണ് അയാൾ ഈ ഡെൻ്റൽ കോളേജിൽ അഡ്മിഷൻ നേടുന്നതും. അവിടെ വെച്ച് വളരെ മോശമായ രീതിയിൽ എല്ലാ തരത്തിലും ആ കുട്ടി അവമാനിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കുട്ടി മാത്രമല്ല, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വലിയ മാനസിക പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ആ കുട്ടിയുടെ തന്നെ തൊട്ട അടുത്ത പ്രദേശത്തുള്ള സിദ്ധാർത്ഥൻ എന്ന കുട്ടിയുടെ കാര്യം നമ്മൾ മറന്നു പോകരുത്. പൂക്കോട് വെറ്റിനറി കോളേജിൽ ആ കുട്ടി നേരിടേണ്ടി വന്ന വലിയ റായിങ്ങിനും അതുപോലെ തന്നെ ശാരീരിക അതിക്രമങ്ങൾക്കിടയായിട്ടാണ് ആ കുട്ടി മരിക്കുന്നത്. അതിൻ്റെ പേരിൽ ഇപ്പോൾ കുറച്ച് വിദ്യാർത്ഥികളെ ഇപ്പോൾ പുറത്ത് നിർത്തിയിട്ടുണ്ട്. കേസിൻ്റെ കാര്യം അങ്ങനെ മുറ പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിൽ കുട്ടികൾ വലിയ തോതിലുള്ള ഹരാസ്മെൻറ്റിന് ഇരയാവുന്നുണ്ട്. അത് റാഗിങ് എന്ന പേരിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അധ്യാപകരുടെ ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്ന ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ടും കുട്ടികളെ അങ്ങേയറ്റം ഹരാസ് ചെയ്യുന്നുണ്ട്. അത് പല രീതിയിൽ, പല തരത്തിൽ, അത് ജാതീയമായിട്ട്, സാമ്പത്തികമായിട്ട്, അതുപോലെ തന്നെ മറ്റെല്ലാ രീതിയിലും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ ഇതിനെതിരായിട്ട് ഉള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും യൂണിവേഴ്സിറ്റികളും ഒക്കെയാണ്. ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സ്ഥിരമായി പരിശോധിക്കുകയും അതുപോലെ തന്നെ ഇത്തരം നടപടികൾ നടന്നാൽ തികച്ചും മാതൃകാപരമായിട്ട് നടപടികൾ സ്വീകരിക്കേണ്ടതും അച്ചടക്ക നടപടികളുണ്ടാവേണ്ടതും ക്രിമിനൽ പ്രൊസീഡിങ്സിന് പോകേണ്ടതുമായ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമുക്കറിയാം, നമുക്ക് ഈ പ്രൊഫഷണൽ കോളേജുകളിൽ, പ്രത്യേകിച്ച് സ്വാശ്രയ മാനേജ്മെൻറ്റ് കോളേജുകളിൽ അവർ ഏത് രീതിയിലാണ് ഈ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പല സന്ദർഭങ്ങളിൽ, ഇതിൽ മാത്രമല്ല, അതുപോലെ പാലക്കാട് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിലും ഇതുപോലെ കുട്ടികൾ ഉന്നത കലാലയങ്ങളിൽ അവമാനിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളിപ്പോൾ സാധാരണമാണ്. ഇത് ഓരോ സംഭവം നടക്കുമ്പോഴും അതിനെതിരായിട്ട് വലിയ രോഷമുണ്ടായിട്ട് കാര്യമില്ല. പകരം ഈ സംഭവങ്ങൾ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാനും കുട്ടികൾക്ക് നീതി ലഭ്യമാക്കാനുമുള്ള നടപടികളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് എത്രത്തോളം ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം ഓരോ സ്വകാര്യ സ്വാശ്രയ മാനേജ്മെൻറ്റ് കോളേജുകളും ആ മാനേജ്മെൻറ്റിൻ്റെ ഹിതങ്ങൾക്കനുസരിച്ച് അവരെന്താണ് ശരിയെന്ന് ധരിക്കുന്നതനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവരെ ഈ വന്യമൃഗങ്ങളെപ്പോലെ മെരുക്കാനുള്ള ശ്രമമാണ് അവിടെ. പിന്നെ മിക്കവാറും ഈ കോളേജുകളിലൊക്കെ പോകുന്ന കുട്ടികൾ, അതിൽ വലിയൊരു വിഭാഗം കുട്ടികളുടെ രക്ഷിതാക്കൾ
അവർ പല സ്ഥലങ്ങളിൽ നിന്നും കടം മേടിച്ചും അതുപോലെ തന്നെ വീട് പണയപ്പെടുത്തിയൊക്കെയാണ് ഈ കുട്ടികളുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ഇത്തരം കോളേജുകൾ വലിയ ഫീസ് നൽകി അവരെ അഡ്മിറ്റ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഈ കോളേജിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എൻ്റെ കുട്ടി എങ്ങനെയെങ്കിലും ഈ പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞ് ഒരു ഡോക്ടറായി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറായി പുറത്തു വരണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഈ രക്ഷിതാക്കളുള്ളത്. കുട്ടികളും കുറേയൊക്കെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരുടെ മുന്നിൽ എന്ത് അക്രമങ്ങൾ അടിച്ചേൽപ്പിച്ചാലും നമുക്കറിയാം, പല സ്വാശ്രയ കോളേജ് ഹോസ്റ്റലുകളിലും ഭക്ഷ്യവിഷബാധ ഉണ്ടാവുന്നതായി കാണുന്നുണ്ട്. ഇതൊന്നും പിന്നീട് പുറത്താരും അറിയുന്നില്ല. അങ്ങനെ കുട്ടികളെ യഥാർത്ഥത്തിൽ അവിടെ അധ്യയനം നടത്തുകയല്ല, നമ്മളിപ്പോൾ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലിട്ടതുപോലുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതിനെതിരെ ആരാണ് ഇതിനെതിരെ നടപടിയെടുക്കേണ്ടത്? ഇതിന് കൃത്യമായിട്ട് പീരിയോഡിക്കലായിട്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിന് ജാഗ്രത പാലിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഈ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റികളുമാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ നിയമമില്ലെങ്കിൽ അതിന് കൃത്യമായ നിയമനിർമ്മാണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണം അതുതന്നെയാണ്. ഈ പ്രൊഫഷണൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏത് രീതിയിലാണ് കുട്ടികളുടെ സാഹചര്യം എന്താണെന്ന് കൃത്യമായി പഠിക്കാനും അതിനനുസരിച്ചുള്ള കുട്ടികളുടെ അന്തസ്സും അഭിമാനവും കാത്തുസൂക്ഷിക്കാനുള്ള നടപടികളുണ്ടാവണം. ഇപ്പോൾ നമ്മൾ ഈ കോളേജിൽ നിന്ന് കേൾക്കുന്നത് ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അയാൾ എത്രയോ കാലമായിട്ട് ഈ രീതിയിൽ കുട്ടികളെ വളരെ മോശമായിട്ട് അബ്യൂസ് ചെയ്യുകയും അതുപോലെ അയാളുടെ കാട്ടുനീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുക എന്നാണ്. ഇതൊക്കെ ഇത്രയും കാലം എങ്ങനെ, ഈ ഒരു കുട്ടിയുടെ മരണം സംഭവിക്കുന്നവരെ ഇത്രയും കാലം എങ്ങനെ ഇതെല്ലാം ഒളിച്ചു വെക്കപ്പെട്ടു എന്നുള്ളതും നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളെ ഇപ്പോൾ ഈ ഒരു കോളേജിൽ മാത്രമായിരിക്കില്ല, ഇതുപോലുള്ള മറ്റു കോളേജുകളിലും ഇപ്പോൾ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ പുറത്തേക്ക് വരും. ഇത്തരം ആളുകൾ എങ്ങനെയാണ് അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്നത്? ഇതിന് ഒരവസാനം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഈ പാവപ്പെട്ട വീടുകളിൽ നിന്ന് വരുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ഗതി ഇനിയും ഉണ്ടാവും. ഇതിനെതിരെ ഉള്ള നടപടികൾ ഇനിയെങ്കിലും വൈകാതെ സ്വീകരിക്കണം.